പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സയൻസ് സിറ്റി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രോത്സാഹനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. കൊൽക്കത്തയിലെ ഏറ്റവും വലുതും ആകർഷകവുമായ മ്യൂസിയങ്ങളിൽ ഒന്നായ ഇത് എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും വിനോദത്തിൻ്റെയും തികഞ്ഞ അറിവ് പ്രദാനം ചെയ്യുന്നു. ഏറ്റവും വലിയ ശാസ്ത്ര കേന്ദ്രമായ ഇവിടെ ജിജ്ഞാസയ്ക്ക് അതിരുകളില്ല. 49.6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പയനിയറിംഗ് സ്ഥാപനം 1997 മുതൽ മനസ്സുകളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാദമി ഓഫ് ഫൈൻ ആർട്സ്, ഏഷ്യാറ്റിക് സൊസൈറ്റി, ഇന്ത്യൻ മ്യൂസിയം, നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്നിവയുൾപ്പെടെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ് കൊൽക്കത്ത. എല്ലാത്തരം കാലാവസ്ഥയെയും നിലനിർത്തുന്ന തരത്തിലാണ് ഔട്ട്ഡോർ പാർക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രദർശനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാറ്റർപില്ലർ റൈഡ്, ഗ്രാവിറ്റി കോസ്റ്റർ, മ്യൂസിക്കൽ ഫൗണ്ടൻ, കേബിൾ കാറുകൾ, മോണോറെയിൽ സൈക്കിൾ, റോഡ് ട്രെയിൻ, ബട്ടർഫ്ലൈ നഴ്സറി, ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രദർശനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിലൊന്നായ സയൻസ് സിറ്റി വിനോദത്തിലൂടെ പഠിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ മികച്ച ശാസ്ത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. 1997 ജൂലൈ 1 സയൻസ് സിറ്റി തുറന്നത്. കൊൽക്കത്തയിലെ സയൻസ് സിറ്റി നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയംസിൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ശാസ്ത്രത്തെ ജനപ്രിയമാക്കുക എന്നൊരൊറ്റ മുദ്രാവാക്യത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന സയൻസ് സിറ്റി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര കേന്ദ്രമാണ്. പഠനത്തിൻ്റെയും വിനോദത്തിൻ്റെയും സമ്പൂർണ്ണ സംയോജനമായ സയൻസ് സിറ്റിയിൽ സ്പേസ് ഒഡീസി, ഡൈനാമോഷൻ, സയൻസ് എക്സ്പ്ലോറേഷൻ ഹാൾ, മാരിടൈം സെൻറ്റർ, എർത്ത് എക്സ്പ്ലോറേഷൻ ഹാൾ, വിശാലമായ ഒരു സയൻസ് പാർക്ക് എന്നിവ ആണ് ഈ സമുച്ചയത്തിലുണ്ട്. സന്ദർശകർക്ക് അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം നൽകുന്നു സയൻസ് സിറ്റി. ഈ സയൻസ് സിറ്റിയിൽ ഭീംബഡ്ക പെയിൻറ്റിങ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പുരാവസ്തു സ്ഥലവും ലോക പൈതൃക സ്ഥലവുമാണ് മധ്യപ്രദേശിലെ റൈസിൻ ജില്ലയിലുള്ള ഭീംബഡ്ക ശിലാഗൃഹങ്ങൾ. ഇന്ത്യയിൽ മനുഷ്യവാസത്തിൻ്റെ ഏറ്റവും പുരാതന അവശിഷ്ടങ്ങൾ കാണുന്നത് ഭീംബഡ്കയിലാണ്. ഇവിടുത്തെ ശിലായുഗ ഗുഹാചിത്രങ്ങൾക്ക് ഏകദേശം 9000 വർഷം പഴക്കമുണ്ട്. ഈ സ്ഥലത്തിന് പേര് ലഭിച്ചത് ഭീംബഡ്കയ്ക്ക് പാണ്ഡവരിൽ ഒരാളായ ഭീമനുമായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പൗരാണിക ബന്ധത്തിൽ നിന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.